കാലിന്റെ ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോവുകയാണെന്ന സത്യം അമേരിക്ക മനസ്സിലാക്കാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ മറ്റൊരു പേരായി സ്വയം അവരോധിക്കാനുള്ള തത്രപ്പാടിലാണോ? ഇത്രയും മോശമായി മറ്റ് രാഷ്ട്രതലവന്മാരെ കുറിച്ച് സംസാരിക്കാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിലെത്തിയ അമേരിക്കൻ സാമ്പത്തിക മേഖലയെ പിടിച്ചുയർത്തുന്നതിന് പകരം മറ്റെന്തൊക്കെയോ ചെയ്യാനാണ് ആവേശം കൂടുതൽ. മറ്റ് രാജ്യക്കാരെ മര്യാദ പഠിപ്പിക്കാൻ വല്ലാതെ പാടുപെടുന്ന സമയത്ത് അവനവന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ളത് ചെയ്തുകൂടെ ട്രംപ് എന്ന് ചോദിക്കാതിരിക്കാനാകുന്നില്ല. അമേരിക്കയുടെ അധികാര കസേര കിട്ടിയപ്പോൾ ലോകത്തിന്റെ നെറുകയിലെത്തിയെന്ന അഹങ്കാരമാണ് ട്രംപിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. അമേരിക്കക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടതാണ്. കാരണം ട്രംപിനെ അധികാരത്തിൽ എത്തിച്ചതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ള അധികാരം അയാൾക്ക് ആരാണ് കൊടുത്തത്? എന്താണ് അയാൾ ലോക നേതാക്കളെ കുറിച്ച് ഇതിനു മാത്രം പറഞ്ഞത് എന്നല്ലേ? അത് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നില്ല. ഇങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ സംസാരിക്കുമെന്ന് നമുക്ക് തോന്നും. ഇന്ത്യൻ മാധ്യമങ്ങളാകട്ടെ, യൂറോപ്യൻ മാധ്യമങ്ങളാകട്ടെ, മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളാകട്ടെ, എല്ലാവരും തന്നെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. തന്റെ പൃഷ്ഠം ചുംബിക്കാൻ ലോക നേതാക്കൾ തയ്യാറാണെന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് വലിയൊരു തെറിയാണ്. അതെന്താണ് എന്ന് ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് തോന്നുന്നില്ല. ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചതോടെ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് ലോകത്തെ രാജ്യങ്ങളെന്നാണ് അദ്ദേഹത്തിന്റെ ഗീർവാണം. അധികാരം അദ്ദേഹത്തെ മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. ജനതയെ സ്നേഹിക്കുന്ന, രാജ്യം നന്നാകണമെന്ന് പറയുന്ന ഒരു നേതാവും ഇത്തരം ഒരു കാര്യം പറയില്ല. ഇവിടെ തികഞ്ഞ അഹങ്കാരം ഒന്ന് മാത്രമാണ് ട്രംപിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. ഒരു നേതാവിന്റെയോ രാജ്യത്തിന്റെയോ പേര് പറയാതെയാണ് ട്രംപ് ഈ അവിവേകം പറഞ്ഞത്. ലോകത്തിലെ പ്രധാന രാഷ്ട്ര നേതാക്കൾ, അതിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഉൾപ്പെടുന്നു. ലോകത്തെ എല്ലാ രാഷ്ട്ര നേതാക്കളെയും അപഹാസ്യനാക്കുന്ന രീതിയാണ് അദ്ദേഹം ഇപ്പോൾ പിന്തുടരുന്നത്. താരിഫ് വർധനവിന് പിന്നാലെ എന്തു വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ കോളുകളാണത്രേ ട്രംപിനെ തേടിയെത്തുന്നത്. മറ്റ് രാഷ്ട്രതലവന്മാർ എന്തിനും തയ്യാറായി ട്രംപിന് മുൻപിൽ നിൽക്കുകയാണത്രേ. യൂറോപ്യൻ യൂണിയനെയും അപമാനിക്കാൻ ട്രംപ് മറന്നില്ല. യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ ഒരു പോളിസി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. 0 for 0 ടാരിഫ് പ്രപ്പോസൽ ആയിരുന്നു അത്. US താരിഫ് കുറയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താരിഫ് ഇല്ലാതാക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനും അത് എടുത്തു കളയുമെന്നായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും വന്ന തീരുമാനം. എന്നാൽ ട്രംപ് അതിന് തയ്യാറായില്ലെന്ന് മാത്രവുമല്ല, യൂറോപ്യൻ യൂണിയനെ കളിയാക്കിക്കൊണ്ടും അപഹസിച്ചുകൊണ്ടും മതിച്ചു നടന്നു. പക്ഷെ അതിനുള്ള പണി ട്രംപിന്റെ ഉറ്റ ചങ്ങാതിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ പണി കിട്ടിയത് മറ്റാർക്കുമല്ല, ട്രംപിന്റെ നട്ടെല്ല് പണയപ്പെടുത്തിയ ഇലോൺ മസ്കിനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്കാണ് ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത്. ടെസ്ല വാഹന വിപണിക്ക് കടുത്ത പ്രതിസന്ധിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നേരിടേണ്ടി വന്നത്. യൂറോപ്പിലെ ആളുകൾക്ക് ഇലോൺ മസ്കിനോട് ദേഷ്യമുണ്ടായിട്ടോ ടെസ്ലയ്ക്ക് എന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടായിട്ടോ ഒന്നും തന്നെയല്ല ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. ട്രംപിന്റെ അഹങ്കാരത്തിന് യൂറോപ്യൻ ജനത കൊടുത്ത പ്രഹരമാണിത്. ഇലോൺ മസ്കിനെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ? അത് ബിസിനസ് വളർച്ചയ്ക്കും ലാഭത്തിനും തന്നെയാണ്. അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു അടി കിട്ടിയത്. അതായത് ടെസ്ലയുടെ വാഹനങ്ങൾ വാങ്ങാൻ യൂറോപ്യൻ യൂണിയനുള്ള രാജ്യങ്ങൾ മടിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യൂറോപ്പിൽ ടെസ്ലയ്ക്ക് അടി പതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറ്റ മിത്രങ്ങൾ തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ആത്മവിശ്വാസമുള്ള ഒരു നേതാവിന്റെ വാക്കുകളല്ല അത് എന്ന കാര്യം. അഹങ്കാരം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ട്രംപ് ചെയ്യുന്നത്. അമേരിക്കൻ ഓഹരി വിപണി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരവധി അമേരിക്കൻ പൗരന്മാർക്കിടയിൽ വലിയ ആശങ്കയും വളർത്തിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ ഇന്ന് വീണ്ടും കനത്ത ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാജ്യങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം പ്രാബല്യത്തിലെത്താനിരിക്കെയാണ് ഓഹരി വിപണി കൂപ്പുകുത്തുന്നത്. വിപണി പ്രധാനമായും ബാധിച്ചത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 104% തീരുവ ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണിയാണ്. ദക്ഷിണ കൊറിയ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ വിപണികളും ഇടിഞ്ഞു കഴിഞ്ഞു. ജപ്പാന്റെ നിക്കി 225 സൂചിക തുടക്കത്തിൽ ഏകദേശം 4% ഇടിഞ്ഞത്. S&P 500 1.6% താഴ്ന്നത്. തുടക്കത്തിൽ 4% മുന്നേറിയ ശേഷമാണ് S&P 500 സൂചിക താഴ്ന്നത്. ഫെബ്രുവരിയിലെ റെക്കോർഡ് നിലയേക്കാൾ ഏകദേശം 19% താഴെയാണ് നിലവിൽ S&P സൂചിക. ആഗോളതലത്തിൽ ഓഹരി വിപണികളെല്ലാം ഇന്നലെ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം വലിയ ഇടിവാണ് അവിടെ സംഭവിച്ചത്. ദക്ഷിണ കൊറിയയുടെ കോസ്പി 1% ഇടിഞ്ഞത്. ഇത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുമോ എന്ന ആശങ്കയും നമുക്കിടയിലുണ്ട്.
ഏതായാലും അമേരിക്കയുടെ അവസ്ഥ ജനങ്ങൾക്കിടയിൽ ട്രംപിനെതിരെ തിരിയാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് അമേരിക്കയിൽ അരങ്ങേറിയത്. അമേരിക്കയിൽ ഭരണമുറപ്പിച്ച ശേഷം ട്രംപ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അമേരിക്കൻ ജനത. അതുതന്നെയാണ് അവർ തെരുവിലിറങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും ഉറ്റ ചങ്ങാതിയായ ഇലോൺ മസ്കിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചത്. ട്രംപ് അടുത്ത കാലത്തായി നടപ്പിലാക്കിയ താരിഫ് വർധനവ് അമേരിക്കൻ സാമ്പത്തിക മേഖലയെ ഇതിനോടകം തന്നെ ബാധിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ സാമ്പത്തിക മേഖലയിൽ കനത്ത പ്രഹരമേൽക്കാം. ഇത് സാധാരണക്കാരായ അമേരിക്കക്കാരെ പോലും പ്രതികൂലമായി ബാധിക്കും. ഈ സാധ്യത മുന്നിൽ കണ്ട് നടപ്പിലാക്കിയ നയങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത്. ചൈന, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളോടൊക്കെ തന്നെ പ്രതികാര നടപടി പോലെ അമേരിക്ക വർദ്ധിപ്പിച്ച തീരുവ നയം ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ വലിയ പണിയാണ് ഉണ്ടാക്കിയത്. ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെടുന്ന ജനം അയാൾ ഒരു ഭ്രാന്തനാണെന്നും അമേരിക്കൻ ജനതയുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയും അദ്ദേഹത്തിന് ഇല്ലെന്നും കുറ്റപ്പെടുത്തുക കൂടി ചെയ്യുന്നു. അമേരിക്കൻ സാമ്പത്തിക മേഖലയെ മുഴുവനായും തകർക്കുന്ന ഇത്തരം നയങ്ങൾ പുനരാലോചിക്കണമെന്നും ട്രംപിനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല എന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ എതിർ ശബ്ദങ്ങൾ ട്രംപിന് കേൾക്കേണ്ടി വന്നു. ഹോം ഡിപ്പോയുടെ സഹസ്ഥാപകനും ദീർഘകാലങ്ങളായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവുമായ ലെൻ ലാംഗോൺ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് താരിഫ് വളരെ ഉയർന്നതാണെന്നും വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചെന്നും കെൻ ലാംഗോൺ പറഞ്ഞു. ട്രംപിന് ആരോ മോശം ഉപദേശം നൽകിയെന്നായിരുന്നു ലാംഗോണിന്റെ പ്രതികരണം. വിയറ്റ്നാമിന് 46% തീരുവ ചുമത്തിയത് വിഡ്ഢിത്തമാണെന്നും ചൈനയ്ക്ക് 34% അധിക തീരുവ ഏർപ്പെടുത്തിയത് പെട്ടെന്നുള്ള ആക്രമണത്തിന്റെ ഭാഗമാണെന്നും ഒരു ചർച്ച പോലും നടത്താൻ സമയം കണ്ടെത്തിയില്ലെന്നും ലാംഗോൺ വ്യക്തമാക്കി. വിയറ്റ്നാമിന് 46%മോ? അതിനേക്കാൾ നിങ്ങൾ അവരോട് വിൽക്കാൻ പോലും മെനക്കെടേണ്ട എന്ന് പറയുന്നതെന്ന് കരുതുന്നതാണ് നല്ലത്, ലാംഗോൺ പറഞ്ഞു. 1930കൾക്ക് ശേഷം ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള പ്രസിഡന്റിന്റെ തീരുമാനത്തെ പരസ്യമായി വിമർശിച്ചു കൊണ്ട് രംഗത്തെത്തിയ ലാംഗോൺ ധനകാര്യ വിദഗ്ധരിൽ ഒരാൾ കൂടിയാണ്. ധനകാര്യ വിദഗ്ധർക്കിടയിൽ വിപണിയിൽ ഉണ്ടാകുന്ന മാന്ദ്യം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ലാംഗോൺ പറയുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമേരിക്ക 10% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ രാജ്യങ്ങളും അമേരിക്ക കയറ്റി അയക്കുന്ന വസ്തുക്കൾക്ക് എത്രത്തോളം തീരുവ ചുമത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മറ്റ് ചാർജുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വിവിധ വ്യാപാര നിയമങ്ങളും അധിക തീരുവകളും ഉൾപ്പെടുന്നു. ഇക്കാരണത്താൽ ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ തകരുകയും S&P, അതായത് ഒരു ഓഹരി വിപണി സൂചികയാണ് കേട്ടോ, ഇത് ഏകദേശം 10% ഇടിയുകയും ചെയ്തു. 10%-ലധികം താരിഫ് ചുമത്തുന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെന്റണിന്റെ ഉപദേഷ്ടാവും ശതകോടീശ്വര നിക്ഷേപകനുമായ സ്റ്റാൻലി ഡ്രൂക്മില്ലർ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പിന്തുണച്ചിരുന്ന ശതകോടീശ്വരൻ ബിൽ ആക്മാനും ഉയർത്തിയ തീരുവ നയങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തീരുവ ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് കുറച്ച് സമയത്തേക്ക് സഹായകമാകുമെങ്കിലും അവ സ്ഥിരമായി ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നതല്ലെന്ന് ജം രാജേഴ്സ് വ്യക്തമാക്കി. ട്രംപിന്റെ വിശ്വസ്തനായ ഇലോൺ മസ്കും താരിഫിനെ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. യുഎസിനും യൂറോപ്പിനുമിടയിൽ സീറോ താരിഫ് ഉണ്ടാകണമെന്ന് മസ്ക് വ്യക്തമാക്കി. പക്ഷേ ട്രംപ് ഇതിന് തയ്യാറായില്ലെന്ന് മാത്രം. ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോരയെ പരിഹസിച്ചുകൊണ്ടാണ് മസ്ക് സംസാരിച്ചത്. ഉയർന്ന താരിഫ് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും മാന്ദ്യത്തിനുള്ള സാധ്യതയുണ്ടാക്കുകയും ചെയ്യുമെന്ന് JP മോർഗൻ CEO ആയ ജാമി ഡിമോൺ പറഞ്ഞു. ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഉണ്ടാക്കിയ താരിഫ് വർധനവ് ലോകവിപണിയെ തകർത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ ആസ്തിയിലും ഇടിവ് സംഭവിച്ചു. മുകേഷ് അംബാനി, ഗൗതം അദാനി, സാവിത്രി ജിൻഡാൽ, ശിവ നാടാർ എന്നിവരുടെ മൊത്തം ആസ്തിയിൽ നിന്നും $10.3 ബില്യൺ നഷ്ടമായതാണ് സൂചന. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ ആസ്തി $3.6 ബില്യൺ കുറഞ്ഞത് $87.7 ബില്യൺ രണ്ടാമത്തെ ധനികനായ ഗൗതം അദാനിയുടെ ആസ്തി $3 മില്യൺ കുറഞ്ഞത് $57.3 ബില്യൺ മൂന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ 45-ാം സ്ഥാനത്തുമുള്ള സാവിത്രി ജിൻഡാലിന്റെ ആസ്തി $2.2 മില്യൺ കുറഞ്ഞ് $33.9 ബില്യൺ ശിവനാടാറിന്റെ ആസ്തി $1.5 ബില്യൺ കുറഞ്ഞത് $30.9 ബില്യൺ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇലോൺ മസ്ക് വെറുതെ ഇരിക്കുമോ? തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യം ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ട്രംപിന്റെ ഈ നയത്തോട് ഇലോൺ മസ്കിനും വലിയ താല്പര്യമില്ല എന്ന കാര്യം ഉറപ്പായി. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇലോൺ മസ്കും ട്രംപും തമ്മിൽ ഒരു അടിപിടി കൂടാനുള്ള സാധ്യത വരെ നിലനിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.